കൊടും ക്രൂരതയും പട്ടിണിയും പകർച്ചവ്യാധികളും. നരകയാതന അനുഭവിക്കുകയാണ് ഗാസ. വിശപ്പ് സഹിക്കാനാകാതെ കാലിത്തീറ്റ കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സു മരവിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ജനങ്ങൾ പുല്ലു തിന്ന് വിശപ്പകറ്റുന്നു. വടക്കൻ ഗാസയിൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ കഴിഞ്ഞ ദിവസവും 4 കുഞ്ഞുങ്ങൾ കൂടി വിശന്നു മരിച്ചു. കമൽ അദ്വാൻ ആശുപത്രിയിലാണ് നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും മൂലം കുഞ്ഞുങ്ങൾ മരിച്ചത്. ബുധനാഴ്ചയും 6 കുട്ടികൾ പട്ടിണി മൂലം മരിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം ഗാസയിൽ വിശന്നു മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 10 മരിച്ച കുഞ്ഞുങ്ങളിൽ ഒരാൾ പട്ടിണി സഹിക്കാനാകാതെ കന്നുകാലിത്തീറ്റ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. കുടിക്കാൻ ശുദ്ധജലം ലഭ്യമല്ല. ഇസ്രയേൽ തടസ്സം നിൽക്കുന്നതിനാൽ കഴിഞ്ഞ 1 മാസമായി വടക്കൻ ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാനായിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കിടയിൽ പോഷകാഹാരക്കുറവ് കുത്തനെ ഉയർന്നതായി യുണിസെഫ് മുന്നറിയിപ്പ് നൽകി. സഹായം എത്തിക്കുന്നത് തടയുന്നതിനാൽ ഫോർമുല മിൽക്ക് ഉൾപ്പെടെ കിട്ടാനില്ല. ഗാസ പൂർണ്ണമായും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. 23 ലക്ഷം വരുന്ന ജനതയുടെ 4/1 കൊടും പട്ടിണിയിലാണെന്നാണ് UN-ന്റെ കണക്ക്. കൂടുതൽ സഹായങ്ങൾ എത്തിയില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ പട്ടിണി മൂലം നിരവധി പേർ കൊല്ലപ്പെടുമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഗാസയിൽ വ്യോമമാർഗം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കിട്ടാനായി ജനങ്ങൾ പിടിയും വലിയുമാണ്. കിഴക്കു പടിഞ്ഞാറൻ ഗാസ സിറ്റിയിൽ ഭക്ഷണം കാത്തുനിന്ന 117 പേരെ വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രയേൽ വെടിവെച്ചു കൊന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അൽ റാഷിദ് തെരുവിലൂടെ ഭക്ഷ്യവസ്തുക്കളുമായി ട്രക്ക് എത്തുന്ന വിവരമറിഞ്ഞ് കാത്തുനിന്നവരാണ് ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിന് ഇരകളായത്. ദിവസങ്ങളായി പട്ടിണിയിലായിരുന്നവർ. പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും മുകളിലൂടെ ഇസ്രയേൽ സൈനിക ടാങ്കുകൾ കയറ്റിയിറക്കിയെന്ന് അൽ ജസീറ TV ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. 750-ലേറെ പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരും. ഗാസ സിറ്റിയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നുവെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസുകൾ പോലും ഇല്ലായിരുന്നുവെന്നും സംഭവ സ്ഥലത്തെത്തിയ കമൽ അദ്വാൻ ആശുപത്രി വക്താവ് ഫാരിസ് അഫാന പറഞ്ഞു. യുദ്ധക്കുറ്റങ്ങളുടെ ചരിത്രത്തിലെ തന്നെ അസാധാരണമായ കൂട്ടക്കൊലയാണ് നടന്നതെന്ന് ഹമാസ് ആരോപിച്ചു. ഇസ്രയേലിന്റെ കൊടും ക്രൂരതയിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 30,228 പേരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. യഥാർത്ഥ ചിത്രം ഇതിനുമേറെ മുകളിലാണ്.